അതുപോലെ തന്നെ രാജേഷ്, ഉഷ നെല്ലൂർ തുടങ്ങിയവരൊക്കെ നിപ്പ രോഗത്തെപ്പറ്റി ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പഴവർഗ്ഗങ്ങൾ ആയാലും ഒക്കെ തന്നെ ഭക്ഷിക്കുമ്പോൾ അത് നല്ല നിലയിൽ കഴുകിയ ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ള കാര്യം പ്രാഥമികമായി നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ജാഗ്രത ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്ക് മറ്റു വാർത്തയിലേക്ക് വരാം. കേരള സർവകലാശാല വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ KS അനിൽകുമാറിനെ സംരക്ഷിക്കാനുള്ള നീക്കവുമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. യൂണിവേഴ്സിറ്റിയിലെ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരും. രജിസ്ട്രാറുടെ സസ്പെൻഷൻ വിഷയമാണ് യോഗത്തിൽ ചർച്ചയാവുക. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടിയന്തര യോഗം വിളിക്കാൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിൻ്റെ ജോലി തടസ്സപ്പെടുത്തുന്ന ഇടത് യൂണിയൻ്റെ നിലപാടും ചർച്ചയാകും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ശാലിനി ചേരുന്നു. ശാലിനി, നമസ്തേ. സർവകലാശാലയിൽ കുറേ ദിനങ്ങളായി സംഘർഷഭരിതമായ ദിനങ്ങളാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, അവിടെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതു മുതൽ വിവിധ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. നിലവിൽ താൽക്കാലിക VC ആയിട്ട് എത്തിയിട്ടുള്ള ഡോക്ടർ സിസ തോമസിനെ ജോലി ചെയ്യാൻ പോലും അനുവദിക്കാത്ത ഇടത് യൂണിയൻ്റെ സമീപനം അറിയാം. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യപ്രകാരം ഇന്ന് പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ചേരുന്നു. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് ഹൈക്കോടതി സ്റ്റേ നൽകണമെന്നുള്ള ആവശ്യം കോടതി അംഗീകരിച്ചില്ല. വൈസ് ചാൻസലറുടെ നടപടി ശരിവെക്കുകയാണ് ചെയ്തത്. ആ കേസ് നാളെ വീണ്ടും കോടതി പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചേരുന്ന സിൻഡിക്കേറ്റ് യോഗം, അതിൻ്റെ പ്രാധാന്യം, അത് ഏത് തരത്തിലായിരിക്കും ഇന്നത്തെ യോഗം പുരോഗമിക്കുക, അതിൻ്റെ അജണ്ടകൾ എന്തെല്ലാമാണ് ശാലിനി? വിനോദ, നമസ്തേ, ഗുഡ് മോർണിംഗ്. വിനോദ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു നിർണായക സിൻഡിക്കേറ്റ് യോഗം അല്ലെങ്കിൽ ഒരു അടിയന്തര യോഗമാണ് ഇന്ന് കേരള സർവകലാശാലയിൽ നടക്കാൻ പോകുന്നത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടതുപോലെ തന്നെയാണ് ഇന്ന് സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. ഇടത് സംഘടനകൾക്കപ്പുറത്ത് ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൂടി ഇന്നൊരു അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേർന്നുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം വേണം. കാരണം 5 ദിവസത്തെ അവധിക്ക് മുൻ VC ഡോക്ടർ മോഹൻ കുന്നുമേൽ പോയപ്പോൾ അവിടേക്ക് പകരം ഒരു വനിത എത്തിയപ്പോൾ ആ വനിതയെ ഓഫീസിലേക്ക് കടക്കാനടക്കം സമ്മതിക്കാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു. SFI ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി താൽക്കാലിക VCക്ക് നേരെ എത്തുന്ന സാഹചര്യം. ഇതൊക്കെ ചർച്ച ചെയ്യണം സിൻഡിക്കേറ്റ് കൂടി എന്നുള്ളതാണ് ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതടക്കമുള്ള കാര്യങ്ങൾ അജണ്ടയായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. ഇതിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ ഭൂരിപക്ഷം ഇടത് സംഘടനാ പ്രതിനിധികൾക്കാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ആ യോഗം നിർണായകമാണ്. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെയാണ് KS അനിൽകുമാർ രജിസ്ട്രാറുടെ കേസ്, അതുമായി ബന്ധപ്പെട്ട ഹർജി നാളെ കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഈ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ നിർത്തിവെക്കണം, റദ്ദ് ചെയ്യണമെന്നൊക്കെയാണ് KS അനിൽകുമാറിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇടത് സംഘടനകളും അത്തരത്തിലൊരു അഭിപ്രായവും ഒപ്പം അത്തരത്തിലൊരു നിലപാടുമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുമുള്ളത്. അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. കൂടാതെ തന്നെ VC അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയത്. ആ അന്വേഷണം നടത്തേണ്ടത് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളാണ്. അന്വേഷണം ഒരു വിഭാഗം സിൻഡിക്കേറ്റ് അംഗങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതടക്കമുള്ള അതിൻ്റെ അപ്ഡേഷനുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ സിൻഡിക്കേറ്റ് യോഗം ചർച്ച ചെയ്യും. പിന്നീട് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചർച്ച ചെയ്ത ശേഷം എന്ത് നിലപാട് ഇനി ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ അറിയിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും നാളെ ഈ സിൻഡിക്കേറ്റിൻ്റെ അന്വേഷണവും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും കോടതിയിലേക്ക് എത്തുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും കോടതി ഈ വിഷയത്തിൽ ഒരു നിർണായക നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത്. KS അനിൽകുമാറിൻ്റെ കാര്യത്തിൽ കോടതിയിൽ നിന്ന് വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഭാരതാംബയെ അപമാനിച്ചതിലടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള നിരീക്ഷണവും വിമർശനവും ഉയർന്നിട്ടുള്ളത്. ഭാരതാംബയെ ഭാരതത്തിൻ്റെ മാതാവെന്ന് പറഞ്ഞ് കണക്കാക്കപ്പെടുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭാരതാംബയെ ഒരു സ്ത്രീ എന്ന രീതിയിലൊക്കെ അധിക്ഷേപിക്കുന്ന പ്രയോഗങ്ങൾ KS അനിൽകുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒപ്പം തന്നെ ചാൻസലർ കൂടിയായ ഗവർണർ എത്തിയ പരിപാടി അത് മനഃപൂർവ്വമായി അലങ്കോലപ്പെടുത്താനും അവിടെ എത്തിയ ആളുകൾക്ക് ഒപ്പം പ്രതിഷേധക്കാർക്കൊപ്പം നിന്നുകൊണ്ട് അതിൻ്റെ ഭാഗമാകാനൊക്കെ രജിസ്ട്രാർ കാണിച്ചിട്ടുള്ള നടപടി അതിരൂക്ഷമായ ഭാഷയിലാണ് കോടതി വിമർശിച്ചിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ എന്ത് നിലപാട് നാളെ ഇനി കോടതിയിൽ സ്വീകരിക്കണം, ഏത് തരത്തിലുള്ള റിപ്പോർട്ട് കോടതിയിലേക്ക് നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം പരിശോധിക്കുകയും ചെയ്യും. അതേസമയം തന്നെ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഏത് സാഹചര്യത്തിലും KS അനിൽകുമാറിനെ അനുകൂലിച്ചുകൊണ്ടൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള
സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാടും നിർണായകമാണ്. അവർ ഏത് തരത്തിലുള്ള നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കണമെന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഒപ്പം തന്നെ സിസ തോമസും ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമെന്നുള്ളതാണ്. ഇനി 2 ദിവസം മാത്രമാണ് താൽക്കാലിക VC-യുടെ ചുമതലയിൽ സിസ തോമസ് ഉള്ളത്. അതിനുശേഷം റഷ്യയിലേക്ക് പോയ മുൻ VC ഡോക്ടർ മോഹൻ കുന്നുമേൽ തിരികെ എത്തും. അപ്പോൾ കോടതിയിൽ കയറിയിട്ടുള്ള സംഘർഷഭരിതമായ ഒരു വിഷയം, ആ വിഷയത്തിൽ നിർണായക നിലപാടുകൾ സ്വീകരിക്കാൻ, നിർണായകമായി ചർച്ചകൾ നടത്താനാണ് ഇന്നത്തെ ഈ യോഗം ചേരുന്നത്. പ്രധാനമായും മുൻ VC മോഹൻ കുന്നുമേൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് VC അടക്കമുള്ളവർ, താൽക്കാലിക VC അടക്കമുള്ളവർ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ അറിയിക്കും. നമ്മൾ പറഞ്ഞതുപോലെ 1977 സർവകലാശാല നിയമം പ്രകാരം അടിയന്തരമായി VC ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രജിസ്ട്രാർ അടക്കമുള്ളവർക്കെതിരെ ഇത്തരത്തിലൊരു സസ്പെൻഷൻ നടപടി, നിയമ നടപടികളുമൊക്കെ, വകുപ്പുതല നടപടികളുമൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ അത് പിന്നീട് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ അത് ആ സിൻഡിക്കേറ്റ് അംഗങ്ങളെയും സിൻഡിക്കേറ്റിനെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ നിലപാട് സിസ തോമസ് ഒരുപക്ഷെ ഇന്നത്തെ യോഗത്തിൽ സ്വീകരിക്കുകയും ചെയ്യും. അതിനെ ഏത് തരത്തിലായിരിക്കും സിൻഡിക്കേറ്റ് അംഗങ്ങൾ നോക്കിക്കാണുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നോക്കിക്കാണുക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ ഗവർണർ നിയോഗിച്ചിട്ടുള്ള, നോമിനേറ്റ് ചെയ്തിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ സസ്പെൻഷൻ അനുകൂലമായി, VC-ക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ച് ഒരു ഭാഗത്ത് തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കലുഷിതമായ രീതിയിൽ തന്നെ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് കേരള സർവകലാശാല ആസ്ഥാനം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടന്നു പോകുന്നത്. അതിനൊരു ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തോടു കൂടി ഉണ്ടാകുമോ എന്നുള്ളത് ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. എന്തായാലും ഏറെ നിർണായകമായ രീതിയിൽ നാളെ ഈ രജിസ്ട്രാറുടെ കേസ് കോടതി പരിഗണിക്കാനിരിക്കുന്ന സമയത്ത് തന്നെയാണ് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ഇന്ന് അവധിയായിട്ട് പോലും തലസ്ഥാനത്ത് ചേരുകയും ചെയ്യുന്നത്. വിനോദ്, ശാലിനി, അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരുമ്പോൾ മറ്റൊരു വിഷയം കൂടി ഉയർന്നു വരാൻ സാധ്യതയുണ്ടല്ലോ. ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിട്ടും പിറ്റേ ദിവസം മുതൽ തന്നെ അദ്ദേഹം സർവകലാശാലയിലെത്തുകയാണ്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിന്തുണ, SFI, DYFI തുടങ്ങിയ ഇടത് സംഘടനകളുടെ പിന്തുണയോടെ വൈസ് ചാൻസലറുടെ ഉത്തരവിനെ മറികടന്ന് അദ്ദേഹം ജോലിക്ക് ഹാജരാവുകയാണ്. അതുമാത്രമല്ല, നിലവിലുള്ള താൽക്കാലിക VC എല്ലാ ഫയലുകളും രജിസ്ട്രാർ വഴി നീക്കണം എന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇന്നലെ വൈസ് ചാൻസലറെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സർവകലാശാല ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള നീക്കങ്ങളാണല്ലോ ഇതൊക്കെ. ശാലിനി, വിനോദം, അത് തന്നെയാണ്. ഈ വാദി പ്രതിയാകുന്ന സാഹചര്യമാണ് പല ഘട്ടങ്ങളിലും കേരള സർവകലാശാലയിൽ നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇപ്പോൾ രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് രാജ്ഭവൻ്റെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ VC-യുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന നടപടി ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് VC ഡോക്ടർ മോഹൻ കുന്നുമേൽ അവധിയിൽ പോവുകയും 5 ദിവസത്തെ താൽക്കാലിക VC ആയി സിസ തോമസ് ആ കസേരയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ പിറ്റേ ദിവസം നമ്മൾ കണ്ടത്, അതായത് സിസ തോമസ് ചുമതല ഏറ്റെടുക്കാൻ അവിടെ വരുന്ന ദിവസം നമ്മൾ കണ്ടത് രജിസ്ട്രാർ അവിടേക്ക് എത്തുന്നു. അതായത് സസ്പെൻഷൻ നടപടി നേരിട്ട ഉത്തരവ് ഇറക്കിയിട്ടുള്ള അതേ രജിസ്ട്രാർ തന്നെ അവിടേക്ക് എത്തുകയാണ്. അതിന് പിന്തുണയുമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഷിജുഖാൻ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവിടെയുണ്ട്. ഭരണഘടനയുടെ ആമുഖം നൽകിക്കൊണ്ട് സർവകലാശാലയ്ക്കുള്ളിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. എനിക്കിവിടെ എന്തുമാകാം, എനിക്കൊപ്പം സിൻഡിക്കേറ്റ് അംഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇടത് സർക്കാർ ഉണ്ട് എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്ന രീതിയിലുള്ള ഭാഷയിൽ, ശരീരഭാഷയിൽ തന്നെയാണ് രജിസ്ട്രാർ അന്ന് സർവകലാശാല ആസ്ഥാനത്ത് കൂടി നടക്കുകയും അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിലെത്തുകയും അവിടുത്തെ ഭരണകാര്യങ്ങളിലും ചില ഇടത് സ്വാധീനമുള്ള ഉദ്യോഗസ്ഥരുടെ പിൻബലത്തിൽ അവിടെ പ്രവർത്തിക്കുകയും ചെയ്തത്. തൊട്ടു പിന്നാലെ തന്നെ രജിസ്ട്രാർ എത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ VC അവിടേക്ക് എത്തിയപ്പോൾ സമരം കലുഷിതമായൊരു അന്തരീക്ഷത്തിലൂടെ, പ്രധാന കവാടത്തിലൂടെ പോലും VC-ക്ക് ആ പ്രധാന ചുമതല ഏറ്റെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അതിനുശേഷവും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഫയലുകളടക്കം നീക്കം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് നീക്കുന്നത് പ്രത്യേകമായി രജിസ്ട്രാർ അറിഞ്ഞുകൊണ്ട് തന്നെ ആകണമെന്നുള്ള ഒരു തീരുമാനം സിൻഡിക്കേറ്റിലെ ചില ഇടത് സംഘടനാ പ്രതിനിധികൾ സ്വീകരിക്കുന്നു. അത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് എത്തുന്നു. SFI അടക്കമുള്ള പ്രവർത്തകർ, അവിടെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടക്കമുള്ളവർ VC-യെ ഇന്നലെയും അവിടെ തടയുന്ന ഒരു സാഹചര്യം. പല സെക്ഷനുകളിലേക്കും VC എത്തുമ്പോൾ അതൊന്നും പറ്റില്ല, അവിടെ ഇരുന്നാൽ മതി എന്നുള്ള രീതിയിൽ ഒരു തിട്ടൂരം സ്വീകരിക്കുന്ന നിലപാടുകൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. മുൻപും KTU-ലൊക്കെ ഇരിക്കുന്ന സമയത്തും സിസ തോമസിനോട് കാണിച്ച അതേ നിലപാട് തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഒപ്പം തന്നെ SFI പ്രതിനിധികൾ ഇവിടെയും തുടരുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ അവകാശമില്ലെന്നിരിക്കെ സസ്പെൻഷൻ നേരിടുന്ന ഒരു വ്യക്തി, അന്വേഷണം നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ സർവകലാശാലയിലെത്തി ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത്. അതിനെതിരെ ഈ ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഏത് തരത്തിലുള്ള നിലപാടുകൾ കൂടി ഇന്നത്തെ ഈ യോഗത്തിൽ സ്വീകരിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിർണായകമായ കേസ് നാളെ കോടതിയിലേക്ക് എത്തുന്നതാണ്. ആ കേസിൽ നാളെ വിധി അടക്കം വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള തീരുമാനങ്ങൾ ഇന്ന് സിൻഡിക്കേറ്റിൽ ഉണ്ടാകും, അതിൽ ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള പ്രതിനിധികൾ എന്ത് നിലപാട് സ്വീകരിക്കും, VC എന്ത് തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കും
സാധിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും രാവിലെ 11:00 കൂടിയാണ് നിർണായകമായിട്ടുള്ള സിൻഡിക്കേറ്റ് യോഗം കേരള സർവകലാശാലയിൽ ചേരാൻ പോകുന്നത്. അതെ, ഇന്ന് നിർണായകമായ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം കേരള സർവകലാശാലയിൽ രാവിലെ 11:30 കൂടി ചേരുന്നു. അതിൻ്റെ വാർത്തകളും നമ്മൾ നൽകുന്നുണ്ടാകും. എന്തായാലും വലിയ വിഷയം തന്നെയാണ് കേരള സർവകലാശാലയിൽ നടക്കുന്നത്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിനെ തുടർന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടിയന്തര യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടത്. താൽക്കാലിക VC ഡോക്ടർ സിസ തോമസ് അതിന് പ്രകാരം ഇന്ന് യോഗം വിളിക്കുകയാണ്. 11:30 യോഗം ചേരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും S. ശാലിനി.